കുടുംബക്കാരിൽ നിന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ എതിർപ്പ് വരുമ്പോ അത് ആളിക്കത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകരുത്. വിട്ടുവീഴ്ച ചെയ്തിട്ട് മാപ്പ് കൊടുത്തിട്ട് മസ്ലഹത്തിന് വേണ്ടി നന്നാകാനുള്ള ശ്രമം വേണം. അതിനത്രയും കട്ടിയാർന്ന ഈമാന് വേണം. കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാനിത് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം, അവർക്കൊക്കെ അനുഭവിച്ച വിഷമങ്ങൾ അത്രയും വലുതായിട്ടും മാപ്പ് കൊടുത്തെങ്കിൽ നമുക്കുള്ളത് എത്രയോ ചെറുതാണ്, നിസ്സാരമാണ്. പക്ഷേ നമ്മളത് പർവ്വതീകരിക്കുകയാണ്. ചെറിയൊരു കാര്യം അത് വികസിപ്പിച്ച് 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 പടലപ്പിണക്കങ്ങളാണ്. പിന്നെ അന്യോന്യം സഹകരണമല്ല, ഒന്നുമില്ല, ബന്ധമില്ല. മരിച്ചാ പോലും ചില ആളുകൾ വരൂല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അത്രയും കടികട്ടിയുള്ള കുടില മനസ്സ്, വല്ലാത്ത മനസ്സാണത്. കുടുംബബന്ധം ശരിയായ നിലക്ക് കാത്തു സൂക്ഷിച്ചാലേ വല്ലാത്ത സുഖം അതുകൊണ്ട് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ദീർഘായുസ് വേണ്ട ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആർക്കാ ദീർഘായുസ് ആഗ്രഹമില്ലാത്തത്? കുറെ കാലം ഖൈറാത്ത് ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ആളാരാ? ആരുണ്ടാവൂല. എല്ലാവരും അതിനെ എസ്സേ മൂളുള്ളൂ. സാമ്പത്തികമായി നല്ല ഭദ്രത വേണമെന്ന് ആഗ്രഹിക്കാത്ത ലോകത്താരാ? എല്ലാവർക്കും വേണത് ബറക്കത്ത് വേണം. സാമ്പത്തികമായ ഭദ്രത കൊണ്ട് ഉദ്ദേശിച്ചത് ആ ബറക്കത്താണ്. ചെറുതാണെങ്കിലും ബറക്കത്തുള്ള ജീവിതം, വലുതാണെങ്കിലും ബറക്കത്തുള്ള ജീവിതം. ഇഷ്ടം പോലെ ഉണ്ടായിട്ട് കാര്യമല്ലോ ബറക്കത്തില്ലായിരുന്നാൽ. കുറച്ചാണെങ്കിലും ബറക്കത്തുണ്ടായാൽ മതിയല്ലോ, ധാരാളല്ലേ. അത് രണ്ടും തങ്ങൾ അതിനെ കാര്യമായി പറഞ്ഞൊരു പോംവഴി. ഫല്യസിൽ റഹിമ, കുടുംബബന്ധം പുലർത്തണം. മന്നഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസരിഹി ഫല്യസിൽ റഹിമ. കുടുംബ വിശാലത, സാമ്പത്തിക പുരോഗതി ഉദ്ദേശിക്കുന്ന ആളുകൾ അവർ കുടുംബബന്ധം പുലർത്തണം. അതുപോലെ തന്നെ അവർ ദീർഘായുസ് ഉദ്ദേശിക്കുന്നുണ്ടോ, കുടുംബബന്ധം പുലർത്തണം. കുടുംബബന്ധം എങ്ങനെയാ പുലർത്തേണ്ടത്? ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പഠിപ്പിച്ചു. സിലത്തുർ റഹ്മ എന്ന് പറഞ്ഞാൽ കുടുംബക്കാർക്ക് സേവനം ചെയ്യണം. അവരുടെ ഗ്രേഡ് അനുസരിച്ച്, ബന്ധം പുലർത്തുന്ന ആളുകളുടെ ബന്ധത്തിനനുസരിച്ച് സേവനം ചെയ്യണം. ചിലപ്പോൾ ഫതാറത്തൻ യകൂനു ബിൽമാൽ, ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമ്പത്ത് കൊണ്ടായിരിക്കും ആ സേവനം. കൊടുക്കണം. കാരണം കൊടുക്കാനും ഏറ്റവും നല്ലോണം കൽപ്പിച്ചതും കൊടുക്കാനും ഏറ്റവും നല്ലോണം പ്രതിഫലം കിട്ടുന്നതും ആർക്കാ? കുടുംബക്കാർക്കാണ്. പക്ഷെ അതിന് തോന്നണ്ടേ? നമുക്ക് തോന്നണ്ടേ സഹോദരങ്ങളെ? കുടുംബക്കാർക്ക് കൊടുക്കുന്നിടത്തൊരു പിശുക്കാണ്. ബാക്കി ഏത് റിലീഫിനും ഏത് വിഷയത്തിലും നന്നായി കൊടുത്തേക്കാം. കഷ്ടപ്പെടുന്ന ഒരാൾ സ്വന്തം സഹോദരനായിട്ടുണ്ട്, വിഷമുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അറിഞ്ഞാലും അതൊക്കെ എങ്ങനെങ്കിലൊക്കെ ഇങ്ങനെ ആയിക്കോളും. അത് നമ്മളെ അടുത്തുള്ളതോ ഒന്ന് ചോദിക്കെങ്കിലും ചെയ്യേണ്ട, മനസ്സിന്റെ ഒരു സമാധാനത്തിന്. എന്ത് വേണമെങ്കിലും എന്നെ വിളിച്ചോളിട്ടോ, ഞാൻ നിങ്ങളൊരു ചോരയാണ്, എന്തും തരും. അങ്ങനെ പറയാൻ ഊക്കുള്ളവരുണ്ടോ? നല്ല ആഫിയത്തുള്ള ആയുസ് അല്ലാഹു തആല തരും. ആമീൻ പറഞ്ഞാൽ പോലെ ചെയ്യണം. ജ്യേഷ്ഠനും അനുജനും പെങ്ങളും ചോദിക്കുമ്പോ കൊടുക്കണം. കൊടുക്കാനാണ് അല്ലാഹു തആല തന്നത്. പിന്നെന്തിനാ കുറെ അങ്ങനെ കൂട്ടി വെച്ചിട്ട് പരസ്യം ചെയ്തിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? പക്ഷെ കൊടുക്കാൻ തോന്നണ്ടേ? കൊടുക്കുന്നിടത്ത് തന്നെ കൊടുക്കാൻ വേണ്ടി പോയാല് ശൈത്താന് വല്ലാതെ പിന്തിരിപ്പിക്കുന്ന ഒരു കൊടുതിയാണ് കുടുംബത്തിനുള്ള കൊടുതി. കുടുംബത്തിന് എന്തെങ്കിലും കൊടുക്കാൻ പോകുമ്പോ അത്ര കണ്ട് ശൈത്താൻ പിന്തിരിപ്പിക്കുന്ന ഒരു ശൈലി വേറല്ല. ഇയാളൊരു കല്യാണത്തിനാ പോയത്, പെങ്ങളെ കുട്ടീന്റെ കല്യാണത്തിന്. അപ്പൊ ഇയാൾ അവിടെ ഇങ്ങനെ ഇരുന്നു, കല്യാണ പന്തല്. ഇയാൾ കുറെ നേരം ഇരിക്കേണ്ടല്ലേ, കുടുംബക്കാരനല്ലേ, സ്വന്തം സഹോദരിയുടെ മകളെ കല്യാണല്ലേ. അപ്പൊ ഇയാളടുത്ത് കൊടുക്കണമെന്നുണ്ട്, നല്ലൊരു സംഖ്യ കൊടുത്ത് സഹായിക്കണമെന്നുണ്ട്. ഒന്നിന്റെ പേരിലും അല്ല, സ്വന്തം രക്താണ്. ആ കുട്ടിയെ തൊട്ടാൽ ഒളു മുറിയാത്ത ബന്ധാണ് ഈ ഇരിക്കുന്ന ആൾക്കുള്ളത്. അത്രയും വലിയ ബന്ധാണ്. അതിലപ്പുറം വലിയ ബന്ധം എന്താ വേണ്ടത്? പക്ഷെ അയാൾ അവിടെ ഇരുന്നപ്പോ പലരും സഹായത്തിന്റെ ലെക്കോട്ട് കവർ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ കവറിന്റെ എണ്ണം കൂടി കണ്ടപ്പോ ഇയാളെ മനസ്സിൽ ശൈത്താൻ ഒരു മന്ത്രം കൊണ്ടുവന്നത്. അത്ര കൊടുക്കണ്ട കേട്ടോ, കുറെ കിട്ടിയിട്ടുണ്ട്, തോനെ കൊടുത്താല് ഓവറായാലോ. മനസ്സിൽ ശൈത്താൻ മന്ത്രിപ്പിച്ചു. കൊണ്ടുവന്നത് എത്രയുള്ളതാകെ? ആകെയുള്ള 25,000 അതെന്നെ കുറച്ചേ ഉള്ളൂ. 25,000 ഇപ്പത്തെ കണക്ക് നോക്കി. 25,000 എന്താ കിട്ടുക സഹോദരങ്ങളെ? ഒരു സൂപ്പർ മാർക്കറ്റ് പോയി 4 സാധനം വാങ്ങിയ 25,000 മതിയാവൂല. 25,000 ആകെ കൊണ്ടുവന്നത്. ശൈത്താൻ പറഞ്ഞു അത്ര കൊടുക്കണ്ട, കുറച്ചേക്ക് ഒരു 15-10 ഒക്കെ മതി.
എന്താ കാരണോ? ആ കവർ ഇങ്ങനെ കൂനം കുനേക്കുന്നു. ആ കവറിൽ എത്ര ഉള്ളത് ഇയാൾ കണ്ടോ? ചിലപ്പോ 100-200 ആയിരിക്കും ആകെ ഉണ്ടാകുക. അത് ആ വാടക സാധനത്തിനുള്ള വില കൊടുക്കാൻ തന്നെ ഉണ്ടാവില്ല. അതൊന്നും മാനിക്കരുത്. നീ ഒറ്റൊരു കാര്യം ചിന്തിക്കാവൂ, ഇതെന്റെ കുടുംബാണ്, എന്റെ രക്തബന്ധമാണ്. സർവ്വ പിശാചുക്കളെയും മലർത്തിയടിച്ച് ഫുള്ളം കൊടുത്തേക്കണം നീ കൊണ്ടുവന്നത്. അതിൽ നിന്ന് കുറക്കണ്ട. കൊടുക്കാനുള്ളൊരു മനസ്സവിടെ വേണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കാൻ ഏറ്റവും കൂടുതൽ കൊടുത്തത് ആർക്കാ? കുടുംബത്തിനാ. ഏറ്റവും അധികം തങ്ങൾ കൊടുത്ത കുടുംബത്തിനാണ്. പക്ഷെ അനന്തര സ്വത്ത് തങ്ങളുടെ കുടുംബത്തിന് സ്വീകരിക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതെന്ന് മാത്രമല്ല, അംബിയാഇന്റെ അനന്തര സ്വത്ത് അത് ദീനിനുള്ളതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അബ്ബാസ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന കുടുംബക്കാര് അനന്തര സ്വത്തിന്റെ വിഷയം പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു സമീപിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങൾ പറയുന്ന ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്, നഹ്നു മാശിറുൽ അംബിയാ ഇലാ നൂറസ്, ഞങ്ങൾ അംബിയാക്കൾ സമൂഹം, പ്രവാചകന്മാരുടെ സമൂഹം ഞങ്ങൾ അനന്തരമെടുക്കപ്പെടാൻ പറ്റൂല. മാ തറക്നാഹു സദഖാ, ഞങ്ങൾ എന്ത് സമ്പത്തായിട്ട് മിച്ചമിടുന്നുണ്ടോ അത് അല്ലാഹുവിന്റെ ദീനിനുള്ള സ്വതക്കയാണ്, ധർമ്മമാണ്. അതുകൊണ്ട് തരാൻ പറ്റൂല. നിങ്ങൾ പോയിക്കൊള്ളൂ. ജീവിതകാലത്ത് തങ്ങൾ കൊടുത്തതിൽ ഏറ്റവും അധികം കൊടുത്തത് കുടുംബക്കാർക്കല്ലേ? ആ വീട്ടിൽ നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഹദിയ വന്നാൽ ആ ഹദിയകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിതരണം ചെയ്യുമ്പോൾ കാര്യമായി പരിഗണിച്ചിരുന്നു. അവിടുത്തെ പോറ്റി വളർത്തിയ മുലയൂട്ടിയ മാതാക്കൾ, അവരെ തങ്ങൾ ഒരിക്കലും മറക്കാറില്ല. പരിപാലിച്ച ഉമ്മമാര്, അവരെ തങ്ങൾ വിട്ടുപോകാറില്ല. എന്നു മാത്രമല്ല, ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം ഖദീജ ബീവിയുടെ സഹോദരിയായ ഹാല ബീവിക്ക് ഇടക്കിടക്ക് നബി തങ്ങൾ ഹദിയ കൊടുത്തേക്കുമായിരുന്നു. ഭാര്യയുടെ സഹോദരി എന്നൊരു ബന്ധമാ സഹോദരങ്ങളെ ഉള്ളത്, അടുത്ത ബന്ധമല്ല. പക്ഷേ കുടുംബം എന്ന നിലക്കൊരു ബന്ധമുണ്ട്. അതുവരെ തങ്ങൾ പരിഗണിച്ചിരുന്നു, ചെറുതല്ല. അതുകൊണ്ട് ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചിലപ്പോ സമ്പത്ത് കൊടുത്തുകൊണ്ടായിരിക്കും, ചിലപ്പോ താറത്തൻ ബിൽ ഖിദ്മ, ചിലപ്പോ സേവനം ചെയ്തുകൊണ്ട് ബന്ധം പുലർത്തേണ്ടി വരും. ചിലപ്പോ ചില ബന്ധങ്ങളൊക്കെ സന്ദർശനം കൊണ്ട് മതിയാക്കാൻ പറ്റും, സലാം പറഞ്ഞും സന്ദർശിച്ചിട്ടൊക്കെ മതിയാക്കാൻ പറ്റും. അല്ലാത്ത രൂപങ്ങളൊക്കെ സ്വീകരിക്കാം. ബന്ധം നിലനിർത്തുന്ന മാർഗങ്ങൾ പറഞ്ഞതാണ് സിലത്തുർ റഹിം. കുടുംബ ബന്ധം പുലർത്തുക, നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സേവനം ചെയ്യാം. പ്രധാനമായിട്ടും അങ്ങനെ. അല്ലാഹു തആല നമ്മോട് പറഞ്ഞില്ലേ, അഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്, അല്ലാഹു നിനക്ക് ഒരുപാട് തന്നില്ലേ, അതുപോലെ നീ മറ്റുള്ളവർക്കും സേവനം ചെയ്യണം, ഗുണം ചെയ്യണം. ഒന്നുകൂടി വിശദമായിട്ട് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊതുവായിട്ടും പ്രത്യേകിച്ചും പുലർത്തപ്പെടുന്ന ബന്ധങ്ങളുണ്ട്. പൊതുവായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ റഹ്മുദ്ദീൻ, ദീനിന്റെ ബന്ധമാണ്. അത് വിശ്വാസികളായ എല്ലാ ആളുകൾക്കും കൊടുക്കേണ്ട സ്നേഹബന്ധമാണ്. അതേ സമയത്ത് പ്രത്യേകിച്ചുള്ള ബന്ധമുണ്ടല്ലോ, അത് സ്വന്തം കുടുംബക്കാരെന്ന നിലക്ക് അവരോടുള്ള സ്നേഹവായ്പകളെ കൊണ്ട് ഉണ്ടായിത്തീരുന്ന ബന്ധമാണ്. അത് കുടുംബക്കാർക്ക് വേണ്ട ചെലവുകൾ കൊടുക്കണം, അവരുടെ അവസ്ഥകളൊക്കെ അന്വേഷിക്കണം. എന്തെങ്കിലും അവരിൽ നിന്ന് സല്ലത്തുകൾ ഉണ്ടായാൽ വിട്ടുവീഴ്ച ചെയ്തിട്ട് അത് മനസ്സിൽ നിന്ന് എടുത്തു കളയണം. അതും കൂടെ പറഞ്ഞു. ഖുർത്തുബി ഇമാം എണ്ണിയപ്പോ അതും പറഞ്ഞു, വത്തഗാഫുലു അൻ സല്ലാത്തിഹിം, കുടുംബക്കാരിൽ നിന്ന് വരുന്ന പോരായ്മകള് അത് നമ്മൾ പ്രശ്നമാക്കണ്ട, വിട്ടേക്ക്, പുറത്തു കൊടുത്തേക്ക്. അവിടെയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തുള്ള ഏറ്റവും വലിയ നമുക്ക് മാതൃകയാകുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ വന്ന വല്ലാത്തൊരു സങ്കടമാണത്. അത്തരത്തിലൊരു സങ്കടാവസ്ഥ നമുക്കാർക്കും സംഭവിച്ചിട്ടുണ്ടാകൂല. എന്നിട്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ച സമീപനം നമ്മൾ പഠിക്കണം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടില് സ്വന്തം ചെലവിൽ കഴിയുന്ന സ്വന്തം ഉമ്മയുടെ സഹോദരിയുടെ പുത്രനാണ് മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു. ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്. ബദരീങ്ങളെ പേരെണ്ണുമ്പോ നമ്മൾ എണ്ണാറുണ്ടല്ലോ മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹുവിനെ. ആയിഷ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട്
മുനാഫിക്കുകൾ ഉണ്ടാക്കിയ ആ അപവാദ പ്രചരണത്തിൽ കുടുങ്ങി ഈ സ്വഹാബി വരികയാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കുടുംബക്കാരൻ, സ്വന്തം ഉമ്മാന്റെ സഹോദരിയുടെ പുത്രൻ. എങ്ങനെ കുടുങ്ങി? മുനാഫിക്കുകൾ ഈ വിഷയം പറയുമ്പോൾ അത് കേട്ട് ചിരിച്ചുപോയി. ചിരിച്ചാ മതി, അത് ശരി. നിങ്ങൾ വിചാരിക്കണം പറയണ്ട, എഴുതൊന്നും വേണ്ട, മെസ്സേജായി വിടൊന്നും വേണ്ട, അതൊക്കെ കുറച്ചുകൂടി അപ്പുറാണ്. ഒരാൾ പറയുന്ന വിഷയം കേട്ട് ചിരിച്ചു കൊടുത്താൽ മതി, എന്നാ പറഞ്ഞ ആൾ അതേ ലെവലിൽ ഇപ്പുറത്തുണ്ടാവും. മാറ്റൊന്നുമില്ല, ശിക്ഷ അങ്ങനെ. ഹദ് കിട്ടിയല്ലോ, ഇവർക്കും കിട്ടിയല്ലോ ഹദ്. ചിരിച്ച മഹാനായ മിസ്തഹ് റളിയല്ലാഹുവിനും ഹദ്ദടിച്ചു. ബദരീങ്ങൾ എന്ന സ്ഥാനത്തിനത് കുറവാകൂല. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിനും ഹദ് കിട്ടിയിട്ടുണ്ട്. അത് സാധാരണ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെ പറയും പോലെ കിട്ടുന്ന ഹദ്ദല്ല. വ്യഭിചാരോപണത്തിന് ഖുർആൻ പഠിപ്പിച്ചല്ലോ 80 അടിയെന്ന്. പക്ഷേ ഇവിടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട പ്രധാനിയായ ആയിഷ റളിയല്ലാഹുവിനെ പറ്റിയായതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹുവിനെ നിരപരാധിയാണ് എന്ന് അല്ലാഹു ഖുർആനിലൂടെ ആയത്തിറക്കിയപ്പോ ഇവർക്ക് അടി കിട്ടി 160 അടിയാണ്. 80 അല്ല, അതിന്റെ ഇരട്ടിയാണ്. ആ മിസ്തഹ് റളിയല്ലാഹുവിന് ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹുവിനെ നിരപരാധിത്വം അല്ലാഹു തആല ബോധ്യപ്പെടുത്തിയതിനു ശേഷം സിദ്ദീഖ് തങ്ങൾക്ക് വിവരം കിട്ടുമ്പോ മനസ്സിലെ സങ്കടം എത്രയാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിനുമാണ് മിസ്തഹ് റളിയല്ലാഹുവിന് ചെലവ് കൊടുക്കുന്നത്. സ്വന്തം വീടില്ല, സിദ്ദീഖ് തങ്ങളെ വീട്ടിലാണ് അവരും ഉമ്മയും കഴിഞ്ഞുകൂടുന്നത്. മനസ്സിലെ വിഷമത്തിന് കണക്കുണ്ടോ? ബീവി ആയിഷ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ 40 ദിവസം കഴിഞ്ഞിട്ടല്ലേ വഹി ഇറങ്ങിയത്. എത്ര വലിയ സങ്കടമാണ് സ്വഹാബത്തിന്റെ ഇടയിൽ നിലനിന്നത്. മുനാഫിഖുകളെ കൊണ്ടുണ്ടായ ഒരു എടങ്ങേറ്. ആ എടങ്ങേറിൽ സിദ്ദീഖ് റളിയല്ലാഹുവിനും കുടുംബവും റാഹത്തോടെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം കിട്ടി മുന്നേറുമ്പോ സ്വന്തം ഉമ്മാന്റെ സഹോദരൻ, ഉമ്മായുടെ സഹോദരിയുടെ മകൻ ഈ വിഷയത്തിൽ കുടുങ്ങി എന്നുള്ള വർത്തമാനം സിദ്ദീഖ് തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, നിങ്ങളും ഉമ്മയും വീട്ടിൽ നിന്ന് പോകണം, ഇവിടെ ഇനി നിങ്ങൾ താമസിക്കണ്ട. സൗജന്യ താമസവും ഭക്ഷണവും ചെലവൊക്കെ തന്നിട്ട് സ്വന്തക്കാരായി നിന്നിട്ട് നിങ്ങൾ നമുക്ക് പണി തന്നല്ലോ, നിങ്ങൾ വീട്ടിൽ നിന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞു. രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവരങ്ങനെ പോകുന്ന സമയത്താണ് അള്ളാഹുവിന്റെ ചോദ്യം വന്നത്. ആ ചോദ്യം സിദ്ദീഖ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അല്ലാഹു തആല പറയുന്നുണ്ട്, സിദ്ദീഖേ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരുന്നത് ഇഷ്ടമല്ലയോ? അതേ നബിയെ, ഇഷ്ടമാണ്. എന്നാ കുടുംബക്കാരന് മാപ്പ് കൊടുക്കൂ. മിസ്തഹ് റളിയല്ലാഹുവിനും മാതാവിനും മാപ്പ് കൊടുക്കൂ. സിദ്ദീഖ് റളിയല്ലാഹു ആയത്ത് കേട്ടു. സൂറത്തുൻ നൂറിലെ ആയത്ത് കേട്ടപ്പോൾ ശങ്കിച്ച് നിൽക്കാതെ ഉടനെ പറഞ്ഞു, ബലാ ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, അല്ലാഹു എനിക്ക് മാപ്പ് തരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. വേഗം പോയിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയ നേരത്തെ പോകാൻ വേണ്ടി പറഞ്ഞ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെയും മാതാവിനെയും ഒരു ദിവസത്തിന്റെ കണക്കെത്തിയിട്ടില്ല, 1 മണിക്കൂറിന്റെ സമയമായിട്ടില്ല. പോകുന്ന വഴിയിൽ നിന്ന് പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു, പൊരുത്തപ്പെട്ടിരിക്കുന്നു, നിങ്ങളെ ചെലവിന് ഞാൻ ഒഴിവാക്കൂല. അല്ലാഹു തആല ഖുർആനിൽ ഇറക്കിയ ഒരൊറ്റ ആയത്ത് കൊണ്ടല്ലേ സിദ്ദീഖ് തങ്ങൾ അത് സ്വീകരിക്കുന്നത്.